മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി മാറ്റങ്ങൾ വരുന്നു. പേരിൽ മാത്രമല്ല, ചെയ്യുന്ന ജോലിയിൽ, അതുപോലെ തന്നെ വേതനത്തിൽ, ഇനി അത് മാത്രമല്ല ചെയ്യുന്ന ദിവസങ്ങൾ എന്നിവയിലെല്ലാം തന്നെ നിരവധി മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ തൊഴിലുറപ്പ് ജോലി എടുക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിന് പകരം ഇനി പുതിയ പേരാണ് വരാനിരിക്കുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് പുതിയ പേര്. ഗ്രാമീണ തൊഴിൽ പരിപാടി പ്രകാരം തൊഴിൽ ചെലവിന്റെ പൂർണ്ണമായും കേന്ദ്ര ബാധ്യതയും മെറ്റീരിയൽ ചെലവിൽ 75% ബാധ്യതയും എന്ന നിലവിലെ മാനദണ്ഡത്തിന് വിരുദ്ധമായി ഫണ്ടിംഗ് രീതി 60% കേന്ദ്രവും 40% സംസ്ഥാനവും ആയിരിക്കും. 2047 വികസിത് ഭാരതിന്റെ ദേശീയ ദർശനവുമായി പൊരുത്തപ്പെടുന്ന ഒരു ഗ്രാമീണ വികസന ചട്ടക്കൂട് സ്ഥാപിക്കുക. ഓരോ സാമ്പത്തിക വർഷത്തിലും 125 ദിവസത്തെ വേതന തൊഴിൽ എന്ന നിയമപരമായ ഉറപ്പ് നൽകുക. അതായത് നിലവിൽ 100 ദിവസമാണ്, അതിൽ ഇനി 125 ദിവസം തൊഴിൽ ലഭിക്കുന്ന രീതിയിലേക്കാണ് പുതിയ മാറ്റത്തിൽ വരുന്നത്. പ്രായപൂർത്തിയായ അംഗങ്ങൾ അവിദഗ്ധ കായിക ജോലികൾ ഏറ്റെടുക്കുക. സമ്പന്നവും സ്ഥിരതയുള്ളതുമായ ഒരു ഗ്രാമീണ ഭാരതത്തിനായി ശാക്തീകരണം, വളർച്ച, ഒത്തുചേരൽ, സ്വാച്ചുറേഷൻ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പുതിയ ബിൽ 100 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി 125 ഉയർത്താൻ നിർദ്ദേശിക്കുന്നു. കേന്ദ്ര സർക്കാർ വേതന നിരക്കുകൾ പ്രഖ്യാപിക്കേണ്ടതാണെങ്കിലും നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വേതനത്തെക്കാൾ കുറവായിരിക്കരുത്. വേതനം ആഴ്ചയിലോ പരമാവധി 15 ദിവസത്തിനുള്ളിലോ നൽകണം. 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ല എങ്കിൽ സംസ്ഥാനങ്ങൾ തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടി വരും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുള്ള ഒരു പ്രധാന മാറ്റം കാർഷിക സീസണുകളിൽ ഒരു ജോലിയും അനുവദിക്കില്ല എന്നതാണ്. വിതയ്ക്കൽ, അതുപോലെ തന്നെ വിളവെടുപ്പ് കാലയളവുകൾ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ വർഷത്തിൽ 60 ദിവസം വരെ വിജ്ഞാപനം ചെയ്യണം. കർഷകർക്ക് തൊഴിലാളി ക്ഷാമം തടയുകയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വിപണികളെ പരിഷ്കരിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ജലസുരക്ഷ, ചെക്ക് ഡാമുകൾ, കുളങ്ങൾ, ഭൂഗർഭജല റീചാർജ്, ജലസേചനം, വനവൽക്കരണം, പ്രധാന ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ശുചിത്വം, സോളാർ വിളക്കുകൾ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, സംഭരണം, വിപണികൾ, സ്വയം സഹായ സംഘങ്ങളുടെ കെട്ടിടങ്ങൾ, ക്ഷീര കർഷകർ, മത്സ്യബന്ധനം, കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ, കാലാവസ്ഥയും ദുരന്ത പ്രതിരോധവും, വെള്ളപ്പൊക്ക സംരക്ഷണം, സൈക്ലോൺ ഷെൽട്ടറുകൾ, അണക്കെട്ടുകൾ, അഗ്നിശമന മാനേജ്മെന്റ്, തൊഴിലാളികളുടെ ബയോമെട്രിക് പ്രാമാണീകരണം, ജിയോ ടാഗ് ചെയ്ത വർക്ക് സൈറ്റുകൾ, ഡിജിറ്റൽ മാസ്റ്റർ റോളുകൾ അതായത് മസ്റ്ററുകൾ, തത്സമയ ഡാഷ് ബോർഡുകൾ, പ്രതിവാര പൊതു വെളിപ്പെടുത്തലുകൾ, AI അടിസ്ഥാനമാക്കിയുള്ള തട്ടിപ്പ് അപകട സാധ്യത ലഘൂകരണം, ഗ്രാമസഭകളുടെ നിർബന്ധിത സോഷ്യൽ ഓഡിറ്റുകൾ എന്നിവയിലൂടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ വളരെ കർശനമായ നിരീക്ഷണവും ബിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഗ്രാമീണ ദാരിദ്ര്യം കുറയ്ക്കുക, ഗ്രാമീണ സമൂഹങ്ങളെ ശാക്തീകരിക്കുക, ഗ്രാമങ്ങളിൽ സുസ്ഥിരമായ ആസ്തികൾ സൃഷ്ടിക്കുക എന്നിവയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.